പണ്ടൊരു കാട്ടിൽ ഒരു പുഴയും പുഴയുടെ തീരത്തായി ഒരു അത്തിമരവും ഉണ്ടായിരുന്നു. അത്തിമരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ഒരിക്കൽ പുഴയിൽ നിന്നും ഒരു മുതല അത്തിമരത്തിന്റെ ചുവട്ടിലെത്തി അത്തിപ്പഴങ്ങൾ തിന്നുന്ന കുരങ്ങിനെ നോക്കി അവൻ കൊതിയോടെ ചോദിച്ചു, ഏയ് കുരങ്ങച്ച, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. ഇന്നാണെങ്കിൽ യാതൊരു തീറ്റയും കിട്ടിയില്ല. ദയവായി നീ എനിക്ക് കുറച്ച് പഴങ്ങൾ തന്നാട്ടെ. മുതലയുടെ ചോദ്യം കേട്ടപ്പോൾ കുരങ്ങൻ കുറെ അത്തിപ്പഴങ്ങൾ പറിച്ചെടുത്ത് മുതലക്ക് കൊടുത്തു. ഹായ് ഹായ് ഹായ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അവർ സുഹൃത്തുക്കളായി. എടോ കുരങ്ങച്ച, ഇന്ന് പഴത്തിനൊരു ചവർപ്പ്. തിന്ന് തിന്ന് നിന്റെ വയറ് പെട്ടി പോലായി, അതാ ചവർപ്പ്. അതും ശരിയാ. പുഴക്കക്കരെയുള്ള പാറക്കൂട്ടത്തിലായിരുന്നു മുതലയുടെ വീട്. എല്ലാ ദിവസവും അത്തിപ്പഴങ്ങളുമായി അവൻ വീട്ടിലെത്തും. അവന്റെ ഭാര്യയായ മുതലപ്പെണ്ണിന് അത്തിപ്പഴങ്ങൾ നൽകും. ആ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഹായ്, അത്തിപ്പഴങ്ങൾ ഇന്നും കൊണ്ടുവന്നല്ലേ? ഹായ്, ഈ പഴങ്ങൾക്ക് എന്തൊരു സ്വാദാണ്. ഇതെവിടുന്നാ നിങ്ങൾ ദിവസവും കൊണ്ടുവരുന്നത്? എന്റെ കൂട്ടുകാരൻ കുരങ്ങച്ചനാണ് എനിക്ക് എല്ലാ ദിവസവും ഈ പഴങ്ങൾ നൽകുന്നത്. അവന്റെ താമസവും അത്തിമരത്തിലാണ്. ഒരു പാവത്താൻ. ഇത് കേട്ടപ്പോൾ മുതലപ്പെണ്ണ് പറഞ്ഞു, ഇത്രയും മധുരമുള്ള അത്തിപ്പഴങ്ങൾ തിന്നുന്ന അവന്റെ ഹൃദയത്തിന് എന്തു മധുരമായിരിക്കും. നിങ്ങൾ പോയി ഉടനെ അവന്റെ ഹൃദയം എനിക്ക് കൊണ്ടുതരണം. ഇത് കേട്ട് മുതല ഞെട്ടിപ്പോയി. അയ്യോ, അവൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ കൊല്ലാൻ മാത്രം നീ പറയരുത്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല, എനിക്കറിയാം. ദുഷ്ടൻ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയി ആ കുരങ്ങന്റെ ഹൃദയവുമായി വരണം. അല്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് മിണ്ടില്ല, സത്യം. ഭാര്യ പിണങ്ങിയതോടെ മുതലയുടെ മനസ്സു മാറി. അവൻ കുരങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചു. പാവം എന്റെ കൂട്ടുകാരൻ. അവന്റെ മരണം എന്റെ ഭാര്യയുടെ കൈകൊണ്ടാവട്ടെ. എല്ലാം വിധി തന്നെ. അങ്ങനെ അവൻ അത്തിമരച്ചുവട്ടിലേക്ക് പുറപ്പെട്ടു. ആ, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാണല്ലോ വരുന്നത്. അവൻ ഇന്ന് നിറയെ പഴങ്ങൾ കൊടുക്കണം. ഏയ് കൂട്ടുകാരാ, വേഗം വന്നാട്ടെ. വേഗം വേഗം. അല്ല, എന്തു പറ്റി തന്റെ മുഖത്തിനൊരു വാട്ടം? ഞാനിവിടെ തന്നെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിന് ഭാര്യ എന്നോട് വലിയ വഴക്കിലാണ്. താൻ എന്തായാലും ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ പറ്റൂ. അതാണോ വലിയ കാര്യം? ഞാനും തന്റെ വീട് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്താൻ അറിയില്ല. അതിന് നീന്താൻ ഞാനില്ലേ. താൻ എന്റെ പുറത്തു കയറി ഇരുന്നാൽ മാത്രം മതി. അവരങ്ങനെ മുതലയുടെ വീട്ടിലേക്ക് യാത്രയായി. എടോ മുതലച്ചാരെ, താനൽപ്പം പതിയെ പോകൂ. എനിക്ക് ഭയം തോന്നുന്നു. അപ്പോൾ മുതല വിചാരിച്ചു, ഇനി ഇവനോട് സത്യം പറഞ്ഞേക്കാം. പുഴയുടെ നടുക്കെത്തി കഴിഞ്ഞു. ഇനി ഇവന് രക്ഷപ്പെടാനും കഴിയില്ല. എടോ കുരങ്ങച്ച, തന്നെ ഞാനിപ്പോ കൊണ്ടുപോകുന്നത് കൊല്ലാനാണ്. നിന്റെ ഹൃദയം തിന്നാൻ എന്റെ ഭാര്യയ്ക്ക് വലിയ ആഗ്രഹം. അതിനാണ് ഞാൻ വന്ന് നിന്നെ കൂട്ടിയത്. ഇത് കേട്ട് കുരങ്ങൻ ഞെട്ടിപ്പോയി. ഈശ്വര, വേണ്ടത്ര ആലോചിക്കാതെ ഇവന്റെ പുറത്ത് ചാടി കയറിയ ഞാൻ ഒരു വിഡ്ഢി തന്നെയാ. എന്തെങ്കിലും സൂത്രം കണ്ടെത്തിയില്ലെങ്കിൽ ജീവൻ പോയത് തന്നെ. ഇവനാണെങ്കിൽ തടി മാത്രമേ ഉള്ളൂ, തലയിൽ നിറയെ കളിമണ്ണാണ്. എന്തായാലും ഒരു സൂത്രം ഉപയോഗിച്ച് നോക്കാം. അയ്യോ ചെങ്ങാതി, നിൽക്ക് നിൽക്ക്. നിന്റെ ഭാര്യയ്ക്ക് ആവശ്യം എന്റെ ഹൃദയമല്ലേ? അതെന്താ ആദ്യം പറയാതിരുന്നത്? എന്റെ ഹൃദയം ആരും എടുക്കാതിരിക്കാൻ അത്തിമരത്തിന് മുകളിലുള്ള ഒരു പൊത്തിൽ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. വേഗം തിരിച്ചു പോകൂ, ഞാൻ എടുത്തു തരാം. ഇത്രയും ദൂരം വെറുതെ നീന്തി. കരയെത്തി. വേഗം പോയി ഹൃദയം എടുത്തുകൊണ്ട് വാ.
പാവം കുരങ്ങൻ അവൻ ഒറ്റച്ചാട്ടത്തിന് കരയിലെത്തി. എന്നിട്ട് അതിവേഗം അത്തിമരത്തിന് മുകളിൽ കയറി. ഹാവൂ, രക്ഷപ്പെട്ടു. എടാ ചതിയം മുതലേ, വേഗം പൊയ്ക്കോ ഇവിടുന്ന്. എടാ മരമണ്ട, ഹൃദയമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? എന്നെ കൊല്ലാൻ ശ്രമിച്ച നീയുമായി എനിക്കിനി യാതൊരു സൗഹൃദവും ഇല്ല. ഇനി ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുത്, വഞ്ചകൻ. കഷ്ടം, ബുദ്ധിയില്ലാതെ ഞാനവനെ കൈവിട്ടു. പെൺവാക്ക് കേട്ടതുകൊണ്ട് ഒരു നല്ല സുഹൃത്തിനെയും കളഞ്ഞു. അങ്ങനെ മുതല നാണിച്ചു തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അവൻ അങ്ങോട്ട് വന്നതേയില്ല.